കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു ചെറിയ കൃഷ്ണാനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. എല്ലാ ദിവസവും ഭഗവാന് അല്പം നിവേദ്യം തൻ്റെ പൂജാ റൂമിൽ വയ്ക്കുന്ന ഭക്ത. എന്നാൽ ആ ദിവസം അത് മറന്നു പോവുകയാണ്. ഭക്ത ഗുരുവായൂരിലേക്ക് പോകാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അല്പം തിരക്കാണ്, എല്ലാവരും കൂടി ഗുരുവായൂരിലേക്കുള്ള യാത്രയുടെ തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ പൂജാ റൂമിൽ വിളക്ക് കത്തിക്കുകയും ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു ഭഗവാനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. യാത്ര മംഗളമാവട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചു. പക്ഷേ ഭഗവാന് എല്ലാ ദിവസവും വയ്ക്കാറുള്ള നിവേദ്യം വച്ചില്ല, മറന്നുപോയി. ചിലപ്പോൾ പഴമോ അല്ലെങ്കിൽ അവിൽ കുഴച്ചതോ അതൊന്നുമില്ലെങ്കിൽ കൽക്കണ്ടമോ ഒക്കെ ഭഗവാന് സമർപ്പിക്കാറുണ്ട്. എന്നാൽ ആ ദിവസം അത് സമർപ്പിച്ചില്ല. പക്ഷേ ഭഗവാൻ വെറുതെ വിടുമോ? തന്നെ മറന്നുപോയി എന്നുള്ളത് ഭഗവാൻ ഭക്തയെ ഓർമ്മിപ്പിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അയ്യോ, ഞാനിന്ന് എൻ്റെ കണ്ണന് ഒന്നും കൊടുത്തില്ലല്ലോ എന്ന് ഭക്തയ്ക്ക് ഓർമ്മ വരുന്നത്. ഏറെ വൈകിട്ടായാലും ഭക്ത ഒരു പഴം അവിടെ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂരിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഗുരുവായൂർ പോയി മംഗളമായിട്ട് തന്നെ അവിടുത്തെ ഉച്ചപൂജ അലങ്കാരമൊക്കെ കണ്ടു, ഭഗവാനെ തൊഴുത് നന്നായി പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ പുറത്തേക്ക് വരികയാണ്. ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ക്യൂ ആണ് ഗുരുവായൂരിലുള്ളത്. അപ്പോൾ എന്തായാലും ക്യൂവിൽ പോയി നിന്നാൽ എല്ലാ പ്രാവശ്യവും പോകുമ്പോഴും ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ സാധിക്കാറുണ്ട്, ഭഗവാൻ അനുഗ്രഹിക്കാറുണ്ട്. അതുകൊണ്ട് ഇത്തവണയും എനിക്ക് ഭഗവാന്റെ പ്രസാദം കിട്ടും എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് ഭക്ത ആ ക്യൂവിൽ പോയിട്ട് നിൽക്കുന്നത്. എന്തായാലും 2:30 വരെ അവിടെ പ്രസാദം കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ 2:30 ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തനിക്ക് ഭക്ഷണം കിട്ടും എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് ഭക്ത പോയി നിൽക്കുന്നത് കേട്ടോ. ഏറെ കഴിഞ്ഞിട്ട് ക്യൂ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രതീക്ഷയോടെ അവിടെ നിന്ന് ഊട്ടുപുരയിൽ നിന്നുള്ള സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. മോരുകറിയുടെയൊക്കെ സ്മെല്ല് മൂക്കിലേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട്. അതിൻ്റെ രുചി ഇങ്ങനെ ഭക്തയുടെ മനസ്സിലിങ്ങനെ വരികയാണ്. എത്രയും പെട്ടെന്ന് അവിടെ എത്തി ഭഗവാന്റെ ആ ഒരു പ്രസാദം കഴിക്കാൻ ഇങ്ങനെ അതിയായ ആഗ്രഹമായിട്ട് ഭക്ത കാത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ക്യൂ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സെക്യൂരിറ്റി വന്നിട്ട് പറയാണ്, ഭഗവാന്റെ പ്രസാദം തീർന്നു, ഭക്ഷണം തീർന്നു, എല്ലാവരും പിരിഞ്ഞു പോകണം, ഇനി ആരും ക്യൂവിലേക്ക് വരണ്ട, തീർന്നു എന്ന് അദ്ദേഹം പറയാണ്. അപ്പോഴും ഭക്ത വിചാരിക്കുന്നത് തനിക്കെന്തായാലും കിട്ടും. താന് മുന്നിൽ നിന്നും ഒരു 30-ാമത്തതോ അല്ല ഒരു 35 ആയിട്ട് വരുന്ന ക്യൂവിലെ ആളാണ്. തീർച്ചയായിട്ടും തനിക്ക് ഭക്ഷണം എന്തായാലും കിട്ടും. തൻ്റെ പുറകിലുള്ളവർക്കും കൂടി കിട്ടണേ ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. മാത്രമല്ല 2:30 ആയിട്ടുമില്ല. 2:30 അവിടെ സാധാരണ പ്രസാദമൊട്ട് ഉണ്ടാവാറുണ്ട്. 2:30 ആയിട്ടുമില്ല. തീർച്ചയായിട്ടും തനിക്ക് കിട്ടുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഭഗവാന്റെ ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലുന്നുണ്ട്. അങ്ങനെ ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ഇന്ന് അലങ്കാരമൊക്കെ ദർശിക്കാൻ സാധിച്ചല്ലോ, അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും ഭക്ഷണവും കഴിക്കാനെന്നുള്ള ആശ്വാസത്തിൽ. പക്ഷേ ഭക്ത അങ്ങോട്ട് എത്തിയപ്പോഴേക്കും ക്യൂ ക്ലോസ് ചെയ്യുകയാണ്. ഊട്ടുപുരയിലേക്ക് കടക്കാൻ നിൽക്കുമ്പോഴേക്കും കുറച്ച് ബാക്കി അവിടെയുള്ള എല്ലാവരെയും എന്ത് ചെയ്യുകയാണ്, പിരിച്ചു വിടുകയാണ്. ഭക്ഷണം തീർന്നു, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനി രാത്രിക്കുള്ള ഭക്ഷണത്തിന് ക്യൂ നിൽക്കാം, ഈവനിങ്ങിലുള്ള ഭക്ഷണത്തിന് നിങ്ങൾക്ക് ക്യൂ നിൽക്കാം, ഇനി അങ്ങോട്ട് ഭക്ഷണമില്ല, കഴിഞ്ഞു, തീർന്നു എന്ന് അദ്ദേഹം വിളിച്ചു പറയുകയാണ്. ഏറെ സങ്കടപ്പെട്ടിട്ട് തിരിച്ചു പോവുകയാണ്. ചെറിയൊരു പരാതിയൊക്കെ ഉണ്ട് കേട്ടോ ഭഗവാനോട്. അങ്ങനെ ഈ പരാതിയും പരിഭവവും ഒക്കെ ആയിട്ട് വന്ന് ഭക്ത അവിടെ പടിഞ്ഞാറേ നടയിൽ ഒരു ചെയർ ഇരിക്കുകയായിരുന്നു. അവിടെ ഒരു ചെയർ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ വളരെ വേദനയോട് വന്നിരിക്കുമ്പോഴാണ് ഭക്തിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ എല്ലാ ദിവസവും ഭഗവാന് എന്തെങ്കിലും നിവേദ്യം വയ്ക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഈ ഗുരുവായൂരിലേക്ക് വരേണ്ട തിരക്കായതുകൊണ്ട് തന്നെ ഞാനത് വയ്ക്കാൻ മറന്നുപോയി. എനിക്ക് ഓർമ്മ വന്നു, പക്ഷേ ഏറെ വൈകിട്ടാണ് ഞാൻ ആ ഭക്ഷണം കൊണ്ടുവച്ചത്. അപ്പോൾ എന്നെ ഭഗവാൻ പരീക്ഷിച്ചതാണ്.
ഭക്ഷണത്തിൻ്റെ വില എന്താണ്, വിശപ്പിൻ്റെ വില എന്താണെന്ന് അദ്ദേഹം എന്നെ അറിയിച്ചു തന്നതാണ്. ഭഗവാൻ ഏറെ പ്രതീക്ഷയോടെ എൻ്റെ ആ നിവേദ്യത്തിന് കാത്തിരുന്നിരുന്നു. പക്ഷെ ഞാനത് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ഭഗവാന് ഏറെ വേദന തോന്നിയിട്ടുണ്ടാവും. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ഞാൻ ആവർത്തിക്കില്ല എന്ന് ഭക്ത ശബ്ദം ചെയ്യുകയാണ്. പക്ഷേ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ അന്ന് രാവിലെ 7 മണിക്കാണ് അവർ പ്രഭാത ഭക്ഷണം കഴിച്ചത്. സാധാരണ 7 മണിക്ക് കഴിച്ചാൽ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണില്ല. അതുവരെ അവിടുത്തെ ഊട്ടുപുരയിൽ നിന്നുള്ള സ്മെല്ലടിച്ചിട്ട് വിശപ്പ് കൊണ്ട് കണ്ണ് കാണാത്ത ഭക്തിക്ക് പിന്നീട് വിശപ്പൊന്നുമില്ല എന്നുള്ളതാണ് അത്ഭുതം. ഭഗവാന്റെ ഒരു മായ നോക്കൂ. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേകുന്നത്. താങ്ക് യു. ഇതുപോലെയുള്ള കൃഷ്ണാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ എൻ്റെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കണേ. നിങ്ങളുടെ വോയിസ് മെസ്സേജ് അയക്കണേ. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളും സപ്പോർട്ടും ഒക്കെയാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേകുന്നത്. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം.